ദൈവമേ നിന്റെ ദയ എത്ര വലുതാകുന്നു. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹിസ് ഗ്രേസ്, ഇറ്റ് ഈസ് ഹിസ് മേഴ്സി ദാറ്റ് ഹി ഈസ് കോളിംഗ് us, ഇൻവൈറ്റിംഗ് us ഫോർ ഹിസ് മീൽ. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഹിസ് മേഴ്സി. അവൻ്റെ കരുണ കൊണ്ടാണ് അവൻ നമ്മളെ വിളിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ അവൻ്റെ കാരുണ്യത്താൽ വിളിച്ച്, നമ്മളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മളെ വലിയ വിരുന്നിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വലിയ ചീഫ് ഗസ്റ്റ് ഒക്കെ കാണുമായിരിക്കും. അവരുടെ ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാരായ ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ എല്ലാവരുടെ അടുത്തൊന്നും പോകാൻ നമുക്ക് സമയം കിട്ടിയിരുന്നിരിക്കില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചില ആളുകൾ വരും. എവിടെ ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും സം ടൈംസ് those who do not have anything, they just come. അല്ലേ, നമ്മുടെയൊക്കെ വലിയ വിരുന്നുകൾക്കൊക്കെ ഏറ്റവും ഒടുവിൽ ക്ഷണിക്കപ്പെടാതെയും ആൾക്കാർ വരും. അവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നൊന്നുമില്ല, അവർക്കും കഴിക്കാം. അല്ലേ, നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ആളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കും കഴിക്കാം. എന്നാൽ ഇവിടെ അതല്ല, ഈ അവന്റെ ദയ കൊണ്ട് വന്ന ആളുകൾ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് അവന്റെ വിരുന്നിന് വന്നത് നമുക്ക് അതിന് തക്കവണ്ണമുള്ള യോഗ്യത ഉണ്ടായിട്ടോ നമ്മൾ അവനോട് ഈക്വൽ ആയിട്ടോ വല്ലോ ആണോ? ഒന്നും അല്ലല്ലോ. ഇല്ലേ, അവന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ വന്നത്. പക്ഷെ കരുണ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടും അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ദൈവമേ നിന്റെ ദയ എത്ര വലിയതാകുന്നു, മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിന് കീഴിൽ ശരണം പ്രാപിക്കും. നമ്മൾ ശരണം പ്രാപിച്ച് ചെന്നവരാണ്, അല്ലാതെ ഈക്വൽസ് ആയതുകൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് ചെന്നതൊന്നും അല്ല. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെന്ന് കയറാനുള്ള യോഗ്യത ഉണ്ടായിട്ടൊന്നും അല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കോ ദൈവത്തിന്റെ വിരുന്നിലേക്കോ എന്നൊക്കെ നമ്മൾ പ്രവേശിക്കുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി ആൻഡ് വി ആർ ഡിപ്പെൻഡിങ്, വി ആർ ജസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. They make refuge. അവിടെ എഴുതിയിരിക്കുന്നത് of men take refuge under the shadow of thy wings. നമ്മൾ അഭയാർത്ഥികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അഭയാർത്ഥികളാണ്. പക്ഷെ ആ അഭയാർത്ഥികൾക്ക് തന്നെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദിയെ നീ അവരെ കുടിപ്പിക്കുന്നു. അങ്ങനെ ശരണം പ്രാപിച്ച് ചെല്ലുന്ന നമ്മളെപ്പോലും നമ്മുടെ പുറകെ വന്ന ഊട്ടാനും കുടിപ്പിക്കാനും ആനന്ദം നമ്മളെ കുടിപ്പിക്കാനും ഒക്കെ, അതാണ് എനിക്ക് അതുകൊണ്ട് ദൈവത്തോട് ഭയങ്കര, എനിക്കങ്ങ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പോലുള്ള ഇഷ്ടമുള്ള കർത്താവിനോട്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെ ഒരു ദൈവത്തെ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും? നിങ്ങൾ ഈ മതങ്ങൾ മുഴുവൻ തപ്പി നോക്കുക, എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇങ്ങനെ നിങ്ങളുടെ പുറകെ നടന്ന് മോനെ കഴിക്കടാ, ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കർത്താവ് പറയും കഴിക്കടാ മോനെ, കുഞ്ഞെ എന്താടാ ക്ഷീണിച്ചിരിക്കാതെ നീ കഴിക്ക്, നീ കുടിച്ചോ, നോക്ക് ഇത് ആനന്ദ നദിയാ, നീ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുക. ഞാൻ ആരാ? പക്ഷെ അതാണ് ദൈവം. ദാറ്റ് ഈസ് ഗാഡ്. അവർ ഗാഡ് ഈസ് എ ഗാഡ് who always after us, who is always making us eat everything that we need and drink what all things he has in his reserve. അവന്റെ റിസർവോയറിൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആനന്ദ നദിയിൽ എന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നതാണ്. He is such a great God. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു യേശുവിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങളത് മനസ്സിലാക്കാത്തത് എന്താ, അനുഭവിക്കാത്തത് എന്താ? എനിക്ക് ഭയങ്കര സങ്കടമാണ് ആളുകൾ ഇത് അനുഭവിക്കാതെ വരുമ്പോഴത്തേക്ക്. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം. കയ്യെത്താവുന്ന ദൂരത്ത് യേശു വന്ന് നിന്നിട്ട് ഇവൻ എന്താ ഒന്ന് കെട്ടിപ്പിടിക്കാത്തത് ഞാൻ ചോദിച്ചു. എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല, എനിക്ക് അത് സാധിക്കാൻ പറ്റത്തില്ല. കയ്യെത്താവുന്ന ദൂരത്ത് യേശു വന്ന് നിന്നിട്ട്, ഞാൻ പറഞ്ഞത് അവൻ he knows that Jesus is so close to him but he is reluctant. ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും അടുത്ത് യേശു വന്നിട്ട് നീ എന്താ ഒന്ന് കെട്ടിപ്പിടിക്കാത്തത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭൗതികമായി യേശു വന്ന് മുന്നേ നിന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് അറിയാവുന്നവർക്ക് അറിയാം. ആയിനോ, ആ യേശു അവനാണ് നമുക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 9-ാമത്തെ വാക്യം, നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണം. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. സ്പ്രിങ്സ് ഓഫ് ലിവിങ് വാട്ടർ. സ്പ്രിങ്സ്, ഉറവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോരിക്കഴിഞ്ഞാൽ തീരാത്തതാണ്. പിന്നെ യു അണ്ടർസ്റ്റാൻഡ്, യേശുവിന്റെ കയ്യിൽ നിന്ന്, യേശുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ എത്ര കുടിച്ചാലും നിങ്ങൾ എത്ര അനുഭവിച്ചാലും യേശുവിൽ നിന്നുള്ള ഉറവ ഒരിക്കലും പറ്റിപ്പോകത്തില്ല. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് നിങ്ങൾ പേടിക്കണ്ട. ബിക്കോസ് ഹി ഈസ് സച്ച് എ ഗാഡ്. അങ്ങനൊരു ദൈവത്തെ നമുക്ക് തന്നതോർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ വെറുതെ ആരെയും വിളിക്കുന്നില്ല. ഹി ഈസ് എ ഗാഡ് ഹു ഇൻവൈറ്റ്സ്. ഈവൻ ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഇൻവിറ്റേഷൻസ്. വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ ക്ഷണിക്കുന്നതിന്റെ, അല്ലെങ്കിൽ the Bible always invites you. It's a book of invitation. എല്ലായിടത്തും സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചാലും എല്ലായിടത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം ക്ഷണിക്കുകയാണ്. കം കം കം, എൻ്റെ അടുത്തോട്ട് നിങ്ങൾ വാ. ദൈവത്തിങ്കിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന, എപ്പോഴും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവന്റെ ഇൻവിറ്റേഷൻ നമുക്ക് കാണാം. അവന്റെ ചിറകിന്റെ കീഴിലേക്ക് നമ്മളെ അവൻ ക്ഷണിക്കുന്നത് നമുക്ക് കാണാം. ദൈവം നമ്മളെ വിളിക്കുന്നത് യു കം. വിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല, നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയാണ്. നിറയ്ക്കാൻ, മറ്റൊരാൾക്ക് നിങ്ങളെ നിറയ്ക്കാൻ കഴിയത്തില്ല.
I tell you, my friends, no other God can fill you as Jesus fills you. നിങ്ങളെ യേശു നിറയ്ക്കുന്നത് പോലെ ആർക്കും നിങ്ങളെ നിറയ്ക്കാൻ കഴിയില്ല. നിറയ്ക്കാൻ അവരുടെ ഇല്ല. എന്നാൽ യേശുവിന്റെ കാര്യം അതല്ല. നിന്റെ പക്കൽ വറ്റാത്ത ജീവന്റെ ഉറവകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തീർന്നു പോകത്തില്ല. ലോകത്തിലെ ഏത് റിസർവിലെയും വെള്ളം തീർന്നു പോകും. പക്ഷേ ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യത്തില്ല? തീർന്നു പോവുകയില്ല. കാര്യം അവൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവന് മാത്രമേ നിങ്ങളെ അങ്ങനെ നിറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാര്യം അവനത് ചെയ്യാൻ കഴിയും. ഹി ഈസ് ഏബിൾ, ഹി ഈസ് കേപ്പബിൾ, ഹി ഈസ് കൺസേൺ. അവന് കഴിവുണ്ട്, അവനത് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് തന്നെയല്ല, അവനത് ചെയ്യാൻ മനസ്സുള്ളവനുമാണ്. നിങ്ങളെ നിറയ്ക്കാൻ മനസ്സുള്ളവനുമാണ്. ഈ കൻ ഡു. മറ്റുള്ളവർക്കൊക്കെ ഒരു പക്ഷെ നിങ്ങളെ കൺസോൾ ചെയ്യാൻ പറ്റും, ഒരു ചെറിയ പരിധി വരെ. കൺസോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ പരിധി വരെ, അല്ലാതെ കൂടുതലൊന്നും പറ്റത്തൊന്നും. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ പണ്ടൊക്കെ വായിച്ചതിന്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ്. ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മകൻ മരിച്ചുപോയി. ഇതൊക്കെ സ്റ്റോറി അറിയാം. മരിച്ചുപോയി, അവനെ എന്ത് ചെയ്യണം? ഉയർപ്പിക്കണം. ശ്രീബുദ്ധൻ എന്ത് പറഞ്ഞു? പ്രയാസമില്ല, ചെയ്തു തരാം. കുറച്ച് കടുക് വേണം. നിങ്ങൾക്കറിയാമല്ലോ സ്റ്റോറി. കുറച്ച് കടുക് വേണം. ശരി, കടുക് കൊണ്ടുവരാം. പിന്നെ ഒരു മിനിറ്റ്, ആ കടുക് എവിടുന്ന് വേണം? ഇതുവരെയും മരണം നടന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് വേണം കടുക് കിട്ടാനായി. അപ്പൊ അവൾ എല്ലായിടത്തും പോയി, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? എവിടെ മരിച്ചിട്ടില്ലാതെ? എല്ലാ വീട്ടിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? മരണം സംഭവിച്ചിട്ടുണ്ട്. ആ സ്ത്രീ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കിട്ടിയില്ല. കണ്ടോ, മരണം എന്ന് പറയുന്നത് സർവ്വസാധാരണ ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനം വേണം. ജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കും മരണം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പൊ സമാധാനമായല്ലോ, ഇനി വീട്ടിൽ പോകും ഇല്ലേ? എന്നാല് യേശു എന്താ ചെയ്യുന്നു? നയീനിലെ വിധവയുടെ ചരിത്രം നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു സാഹചര്യം, പക്ഷെ ഇത്രയും പോലും ഇല്ല. അതായത് നയീൻ പട്ടണത്തിലേക്ക് യേശു കർത്താവ് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയൊരു ഫ്യൂണറൽ നടക്കുന്ന സമയമാണ്. ഫ്യൂണറിന് വേണ്ടി ഒരു ശവം കൊണ്ടുപോവുകയാണ്. യുവാവ്, ഒരു ചെറുപ്പക്കാരനായ അവന്റെ അമ്മ ഏകപുത്രൻ, അമ്മ വിധവയാണ്. അവൻ ആകെപ്പാടെ ഉള്ളത് ഈ മകൻ മാത്രമാണ്. മകൻ മരിച്ചുപോയി. ഈ സ്ത്രീ വന്നിട്ട് യേശുവിനോട് പറയുന്നൊന്നുമില്ല, എന്റെ മകനെ ഉയർപ്പിക്കണമെന്ന് പറയുന്നു പോലുമില്ല. യേശു കർത്താവ്, സഹോദരി, എല്ലാ വീട്ടിലും മരണമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മരണം ഒരു നിത്യയാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സമാധാനത്തോടെ വീട്ടിൽ പോകും എന്നൊന്നും പറയല്ല യേശു ചെയ്തത്. യേശു എന്ത് ചെയ്തു? നിർത്ത്, സ്റ്റോപ്പ് ഇറ്റ്, കം ഓൺ മൈ ബോയ്. അവനെ എഴുന്നേൽപ്പിച്ച് അവന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇതാണ് യേശുവിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ വെറുതെ പാഴ്വാക്കുകൾ പറയുന്നവനായ യേശുവല്ല. അവൻ എങ്ങനെയുള്ള യേശുവാണ്? അവൻ നിങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ള യേശു. നിങ്ങളുടെ പ്രതിസന്ധിയിൽ യേശുവിന്റെ അടുത്തേക്ക് ചെന്നാൽ അവിടുന്ന് നിങ്ങളുടെ കുറവുകളെ നിറയ്ക്കുന്നവനായ യേശു. അവൻ നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ കാര്യങ്ങളെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരുക്കി വെച്ചതിന് ശേഷമാണ് അവൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. വെറുതെ ഒരിക്കലും ദൈവം എന്ത് ചെയ്യുന്നില്ല? നിങ്ങളെ വിളിക്കുന്നില്ല. ദൈവം വിളിക്കുന്നെങ്കിൽ, യേശു നിങ്ങളെ വിളിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി. മറ്റു ദൈവങ്ങളൊക്കെ നമ്മളെ വിളിക്കുന്നത് ദൈവത്തിനോട് എന്തെങ്കിലും കിട്ടണം, ഇല്ലേ? നീ വന്നെന്തോ ചെയ്യണം, വന്ന് കാണിക്കണം, അല്ലാതെ എന്തോന്നും അങ്ങനെ കാണിക്കേട്ടാ ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാം. ദൈവത്തിനോട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് എല്ലാ സമയങ്ങളിലും. ഞാൻ പറഞ്ഞില്ല, ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് ഇൻവിറ്റേഷൻ. പക്ഷേ അവൻ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിന്റെ ഇൻവിറ്റേഷൻസ് എല്ലാം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ചില ഭാഗങ്ങൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു ഒരു ഇൻവിറ്റേഷൻ നടത്തുന്നുള്ളതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ഒരു ഇൻവിറ്റേഷനാണ്. ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് പീപ്പിൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ആർക്ക് വേണ്ടിയാണ് ഇത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. യേശു എന്നെ വിളിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അടിസ്ഥാനപരമായി അതിന്റെ ബെനിഫിറ്റ് ആർക്കാ ഉള്ളത്? എനിക്കാ ഉള്ളത്. അവൻ പറയാണ്, ഇഫ് യു വെറി, നീ ഒത്തിരി ക്ഷീണിതനാണെങ്കിൽ, ഹെവി ലെയ്ഡൻ, നിന്റെ മണ്ടയ്ക്ക് ഒത്തിരി വലിയ ഭാരം ഉണ്ടെങ്കിൽ, ഡോണ്ട് വറി, കം ടു മീ, എന്റെ അടുത്തേക്ക് വാ. വന്നാൽ ഞാൻ നിന്നെ നിറയ്ക്കും. വന്നിട്ട് നമുക്കൊരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് പോകാമെന്നല്ല. എങ്ങനെ? നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്. എല്ലാം നമുക്കിതിനെ ഈ ഭാരം ഇറക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് നമുക്ക് തയ്യാറാക്കിയിട്ട് പോകാമെന്നല്ല. ഇപ്പൊ എല്ലാം പ്രോജക്റ്റുകളാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രോജക്റ്റുകളാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ്, അല്ലെങ്കിൽ ഇത് ആരുടെ അടുത്ത് പോയാൽ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഇതൊന്നും അല്ല കർത്താവ് പറയുന്നത്. യു ജസ്റ്റ് കം ടു മീ ഓൾ ഹൂ ആർ ഹെവി ലെയ്ഡൻ. എല്ലാ ഭാരങ്ങളും തലവെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വേറെ ആയിട്ടുള്ള ക്ഷീണിതരായ ആളുകൾ, കം ടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. റെസ്റ്റ് കിട്ടും. റെസ്റ്റ്
വളരെ ചെറിയ ഒരു വാക്കായിട്ട് നമുക്ക് തോന്നുന്നു റെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ കർത്താവ് പറയുന്ന ആ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താണ്, നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് എന്തിനാണെന്നറിയാം, പിന്നെയും പണിയാനാണ് അല്ലേ. ഒരു ഭാരം എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, റെസ്റ്റ് എടുക്കും. എന്തിനാണെന്നറിയാമോ, ഭാരം അവിടെ ഇരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം എടുത്തുകൊണ്ട് പോകാൻ. ഇങ്ങനെ പലരും റെസ്റ്റ് എടുക്കുന്നത് എന്തെന്നറിയാമോ, സഭയിൽ യോഗത്തിന് വരും, ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും, തിരിച്ചു പോകുമ്പം അതൊക്കെ വെച്ചിരുന്ന ഭാരം എടുത്തോണ്ട് പിന്നെയും വീട്ടിൽ പോകും. അല്ലാതെ എന്തോന്നാ ഇവിടെ ഇല്ലേ. സഭായോഗത്തിന് വരും, പള്ളി വരും, യോഗത്തിന് വരും, കൺവെൻഷന് വരും, ചെരിപ്പൂരിട്ട് ഇങ്ങോട്ട് കയറുന്നത് പോലെ ഭാരവും കൂടെ ആ കോണിൽ കൂടെ വെച്ചിട്ടാണ് നമ്മൾ വരുന്നത്. കാര്യം തിരിച്ചു പോകുമ്പം മാറാതെ അതും എടുത്തോണ്ടേ പോകത്തുള്ളൂ. അതാണ് നമ്മൾ കുറച്ച് നേരത്തേക്ക് ചില പറയുമല്ലോ, എന്നാൽ എവിടെ പോയതാ, യോഗത്തിന് പോയതല്ല, അത്രയും നേരത്തേക്കൊരു മനസമാധാനം. പക്ഷേ യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നേരത്തേക്കുള്ള ഒരു റെസ്റ്റ് ഒന്നും അല്ല. സി, ഐ എം നോട്ട് ജോക്കിങ്. ഇതുപോലുള്ള ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ദാറ്റ് മീൻസ് അതൊരു പെർമനന്റ് ആയിട്ടുള്ള റെസ്റ്റ് ആണ്. റെസ്റ്റ് എന്ന് തന്നെയല്ല ശരിക്കും ഈ ശബത്ത് എന്ന് പറയുമ്പോഴത്തേക്ക്, അത് വേറൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ പറയാണ്, വേദപുസ്തക പ്രകാരം നമ്മളിപ്പോൾ യഹൂദന്മാർ ശബത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെയല്ല യേശു കർത്താവ് ശബത്തിനെ മനസ്സിലാക്കിയതോ പഠിപ്പിച്ചതോ ഒന്നും. പഴയ നിയമത്തിലും അതല്ലായിരുന്നു അർത്ഥം. ഇതിനിടയ്ക്ക് ഒരു കയറി ഉണ്ടാക്കിയ ഒരു പദ്ധതിയുണ്ട്, ഒരു ചിന്തയുണ്ട്. ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്നതാണ്. അതായത് പണിയെടുക്കാൻ പാടില്ലെന്നേ ഉള്ളവർക്ക്. അത് ശബത്ത് ദിവസം പണിയെടുക്കാം, അത് അനങ്ങാൻ പാടില്ല. ശബത്ത് ദിവസം അത് ചെയ്യാമോ ഇത് ചെയ്യാമോ, ശബത്ത് ദിവസം അന്നത്തെ ഓരോ ഡിസ്കഷനൊക്കെ കേട്ടാൽ നിങ്ങൾ തന്നെ ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. ശബത്ത് ദിവസം പേന എടുക്കാൻ പറ്റുമോ? ഒന്നും എടുക്കാൻ പാടില്ല. കാര്യം എന്താണ്, റെസ്റ്റ് അല്ലേ. അപ്പം പേന എടുക്കാൻ, കാര്യം എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് പേന എടുക്കാൻ, അതിനകത്ത് മഷി എടുക്കാമോ? അപ്പോഴത്തേക്ക് അത് എടുക്കുകയല്ലേ, അപ്പോഴത്തേക്ക് എന്തായി പോകും, ശബത്ത് ചിലപ്പം തെറ്റിപ്പോയാലോ. അപ്പൊ പറഞ്ഞു ഇത്ര പേജ് എഴുതാനുള്ള മഷി എടുക്കാം. ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്ത. ശബത്ത് ദിവസം മറ്റ് മൃഗങ്ങളുടെ കാര്യമോ, ശബത്ത് ദിവസം ഒരു കോഴി മുട്ടയിട്ടാൻ കൊടുക്കും, ആ മുട്ട തിന്നാൻ പറ്റുമോ? അന്നത്തെ ഒരു ചോദ്യമായിരുന്നു കേട്ടോ. ശബത്ത് ദിവസം ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ശബത്ത് തെറ്റിച്ചില്ലയോ കോഴി? അതുകൊണ്ട് ആ മുട്ട തിന്നുന്നത് ഉചിതമാണോ എന്ന് വരെയുള്ള ഡിസ്കഷൻ ആ കാലയളവിൽ നടന്നിട്ടുണ്ട്. ഇത് ആണ് വാസ്തവത്തിൽ വേദപുസ്തകത്തെ യഹൂദന്മാര് നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകുന്നു പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. വേദപുസ്തകത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ സ്പിരിറ്റ് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. എന്താണ് ശരിക്കും പറഞ്ഞാൽ ശബത്ത്, എന്താണ് ദൈവം ശബത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വെറുതെ ഇരിക്കുന്നതാണോ, മിണ്ടാതെ ഇരിക്കുന്നതാണോ, അനങ്ങാതെ ഇരിക്കുന്നതാണോ, മറ്റൊരു പണി ചെയ്യാതിരിക്കുന്നത് മാത്രമാണോ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. ഞായറാഴ്ചയല്ലേ അവൻ പണിയെടുക്കുകയാണെന്ന് പറയും. ഞായറാഴ്ച പണിയെടുക്കാതെ അവൻ എന്തെടുക്കുക, റെസ്റ്റ് എടുക്കണം. എന്ത് റെസ്റ്റ്? മിണ്ടാതിരിക്കണം, അനങ്ങാതിരിക്കണം. അനങ്ങാതിരിക്കുന്നതാണോ റെസ്റ്റ് എന്ന് പറയും? അനങ്ങാതിരിക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആദ്യത്തെ ശബത്ത് ആചരിച്ചതാരാണ്? ഫസ്റ്റ് ശബത്ത് ആചരിച്ചാരാണ്? ഇറ്റ് ഈസ് ഗോഡ്.